ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഒരു ബിസി മോർണിംഗ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വെറും ഷോ ആണ് കേട്ടോ. ഞാൻ സത്യത്തിൽ ചായ കുടിക്കാറേ ഇല്ല, പ്രത്യേകിച്ച് രാവിലെ. പിന്നെ വല്ല തലവേദന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുടിക്കുന്നുള്ളൂ. പിന്നെ പുട്ടും കടലക്കറിയായിരുന്നു ഇന്ന്. ഇനി ഈ ഓട്ടം ഇത് വേറെ എങ്ങോട്ടുമല്ല, എനിക്കിന്ന് സെൻറ്ററിൽ ക്ലാസ് ഉണ്ട്, അതിന് പോവാണ്. അപ്പോൾ രാവിലെ വീഡിയോ എടുത്ത് നിന്നുകൊണ്ട് കുറച്ച് ലേറ്റായി. ഞാൻ ലേറ്റായി ചെന്നിട്ട് കുട്ടികൾ ലേറ്റായിട്ട് അവരടിക്കുന്നത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള ഈ ഒരു ഓട്ടമാണ് നിങ്ങൾ കാണുന്നത്. 7:00 ക്ലാസ്, ഇത് 7:25 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്നാണെങ്കിലും മോർണിംഗ് ഈ ടൈമിൽ ഓട്ടോ ഒന്നും കിട്ടില്ല കേട്ടോ. ടോട്ടലി എനിക്ക് സെൻറ്ററിലോട്ട് ഒരു 15-20 മിനിറ്റ് ഉണ്ടാവും നടക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിലൊരു 10 മിനിറ്റെങ്കിലും ഞാൻ നടന്നാലേ എനിക്കൊരു ഓട്ടോ കിട്ടും. എന്നിട്ട് ബാക്കി ദൂരത്തിന് 30-35 രൂപ കൊടുക്കുകയും വേണം. ഭയങ്കര നഷ്ടമാണ് ഇങ്ങനെ പോകും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഒരു 10-15 മിനിറ്റ് നടന്നിട്ട് തന്നെയാണ് പതിവ് പോലെ എനിക്ക് ഇന്നും ഓട്ടോ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് പോവാണ്. ഇന്ന് എനിക്ക് 7:30 to 9:30 9:45 വരെയാണ് ക്ലാസ് ഉള്ളത്. എന്നും ഇങ്ങനെ ഓട്ടോക്കൊന്നും അല്ല കേട്ടോ പോവാറ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉപ്പ ആക്കി തരും. പക്ഷെ ഒന്നും ഉപ്പാൻ്റെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുളിക്ക് എന്തോ ആയിരുന്നു. പിന്നെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോകുന്നതാണ്. കറക്റ്റ് 7:30 ആണ് ഞാൻ സെൻറ്ററിൽ എത്തിയത്. അപ്പോൾ പിന്നെ വേഗം ക്ലാസ് എടുക്കാൻ കയറി. ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടെന്ന്, പക്ഷെ അതൊന്നും നടന്നില്ല. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പാൻ്റെ ഷോപ്പ് അവിടെ തന്നെയാണ്, കുറച്ച് പോയാൽ മതി സെൻറ്ററിൽ നിന്ന്. കുറച്ച് നടന്നാൽ ഉപ്പാൻ്റെ ഷോപ്പിലെത്തും. അവിടെ പോയിട്ട് പിന്നെ ഉപ്പാക്കി തരാണ് ചെയ്യാറ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും ബിശ്രു എണീറ്റിട്ടുണ്ടാവും. കുറച്ച് ലേറ്റ് ആയിട്ടല്ല ഞാൻ വരുന്നത്, 9:30 ഒക്കെ ആവില്ലേ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ രാവിലെ ഒന്നും ചെയ്യേണ്ടായിരുന്നല്ലോ പോയിരുന്നത്, ലേറ്റ് ആയതാണല്ലോ ഓൾറെഡി. അപ്പോൾ പിന്നെ വന്നിട്ട് അടിച്ചു വാരി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചമ്മന്തി കാണാൻ എന്താ രസാലെ, ഉണ്ടക്കാക്കി വെച്ചിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ, കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേങ്ങാ ചമ്മന്തി ആയിരുന്നു, വേറെ എന്തൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു പയറൊന്ന് അരിഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ബിശ്രുതയെ പയർ അരിയാണ്. അപ്പോൾ ഉപ്പേരിക്കുള്ളത് തന്നെയാണ് സ്വാഭാവികം. പിന്നെ ഒന്ന് മീൻ എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഫിഷിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഫിഷ് ചിക്കൻ ഇഷ്ടമാണ്, കഴിക്കും. പക്ഷേ എല്ലാവരൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് പച്ചക്കറിയാണ്. എന്തായാലും പയറൊക്കെ അരിഞ്ഞ് സ്ഥിതിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പേരി ഞാൻ വെച്ചോളാം, അമ്മ തുടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിലോട്ടുള്ള ഉള്ളിയും കൂടെ അരിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഹൽവ പീസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കഴിച്ചു. കറുത്തൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പപ്പടം പൊരിയാണ്. അങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉപ്പേരി ഉണ്ടാക്കിയ ക്ഷീണം മാറ്റാനുണ്ട്, ബർക്കി കൂടി കഴിക്കാം. നമ്മുടെ സ്പെഷ്യൽ ഊട്ടി ബർക്കിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ബിഷ്ണുവിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോഴാണ് ഇന്നത്തെ ഏറ്റവും വലിയ ടേസ്റ്റ്. നമ്മൾ ഊട്ടി പോകാൻ പറഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടോ. പിന്നെ ഫുഡ് കഴിക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേ ട്രിപ്പ് പോകുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ഒരു 3:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. വേറെ അങ്ങോട്ടല്ല, ഊട്ടിയിലോട്ടാണ്. ഈ ട്രിപ്പിനെ പറ്റി ഞാനൊരു പ്രാവശ്യം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അൺപ്ലാൻഡ് ആയിരുന്നു കേട്ടോ. ആദ്യം നാടുകാണി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഊട്ടിയിലോട്ടെത്തി. പിന്നെ അവിടെ ഒരു സ്റ്റേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നില്ലാരൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് നടക്കുമ്പോഴാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ തോഫിൻ്റെ കോള് നമ്മളിങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഭയങ്കര നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നടക്കുന്ന ഒരു കാര്യം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ നാടുകാണി വഴി പോകുമ്പോൾ നാടുകാണിയിൽ ഇറങ്ങിയിട്ടൊരു ചായ, അത് നമുക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചായയും ഉള്ളിവടയും പിന്നെ പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉഴുന്നുവട ശരിക്കും ഇഷ്ടമല്ല, പക്ഷേ നാടുകാണിയത്തെ ഉഴുന്നുവട അത് എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നത്. അതിൻ്റെ മുന്നേ കഴിച്ചിട്ട് മീൻസ് അവിടെ പോവാറുണ്ടെങ്കിലും പക്ഷേ ഈ കഴിച്ച് നോക്കിയിട്ടില്ല, ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാറില്ലായിരുന്നു. ഉള്ളിവടയൊക്കെ കഴിക്കുന്നല്ലാണ്ട്. പക്ഷേ അന്നൊരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും നാടുകാണി പോവുകയാണെങ്കിൽ ഉപ്പ അങ്ങനെ ആപ്പാപ്പേരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് അവിടുന്ന് പാർസൽ കൊണ്ടുവന്ന് തരണം കേട്ടോ എന്ന് പറയും. അത്രയ്ക്കും ഇഷ്ടമാണ്. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന ടൈമിലൊക്കെ നമ്മൾ നല്ല വ്യൂസ് കാണാനുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ടൊക്കെ ഇങ്ങനെ പോയത്. അങ്ങനെ അവിടെ എത്തിയപ്പം ഏകദേശം ഒരു 8 മണി ആ സമയമായിട്ടുണ്ട്. ശരിക്കും 7 മണിയൊക്കെ ആയപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഊട്ടി മെയിൻ ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ അവിടെ എത്തിയൊക്കെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ചിക്കിങ്ങിലോട്ട് പോയി. എൻ്റെ അനിയൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഊട്ടി മെയിൻ ടൗണിൽ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് കേട്ടോ അപ്പം പറയണത് അവിടെ റൂമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൽക്കാം, നാളെ ഒഴിവല്ലേ ലീവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നാളെ ക്ലാസ്സൊന്നുമില്ല, ഞങ്ങൾക്ക് ട്യൂഷനും വർക്കും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു സ്റ്റേ ഉണ്ടായത്. ഇതാണ് ഞങ്ങൾ നിന്ന റൂം. ഞാൻ ജസ്റ്റ് രാവിലെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അതൊന്നൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഞാൻ ചായ കുടിക്കാറേ ഇല്ല, പക്ഷെ അവിടെ നല്ല തണുപ്പല്ലേ. അപ്പോൾ തണുപ്പായതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ ആരും എണീറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് എണീറ്റത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാരണം അതിന് മുൻപ് ഞങ്ങളൊരു പ്രാവശ്യം കോയമ്പത്തൂർ എങ്ങാണ്ട് ടൂർ പോയപ്പോൾ അന്ന് ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു രാത്രി എത്തിയപ്പോൾ തന്നെ. പക്ഷേ രാവിലെ ഇതേപോലെ
4:30 ആകുമ്പോൾ എണീറ്റിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ ഉറക്കം ശരിയാകാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു ട്രിപ്പിൻ്റെ മൂഡേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതുപോലെ ആവരുത്, നമുക്ക് നല്ലോണം ഉറങ്ങി നീറ്റിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലൊക്കെ പോയി. എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അവർ ഫാമിലി റൂമാണ്, അപ്പോൾ അവിടെ പ്ലേറ്റും കാര്യങ്ങളും ചായപ്പൊടി അങ്ങനത്തെ ഫുൾ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ വെച്ച് ഞാൻ ഗ്യാസ് ഓൺ ആക്കുമ്പോൾ ഗ്യാസ് ഓൺ ആവണില്ല. അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടോ, താഴത്ത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഓണാക്കിയപ്പോഴേക്കും അതേപോലെ ഭയങ്കര സ്മെല്ല്, നല്ല സൗണ്ട് സ്മെല്ലൊക്കെ. ഞാൻ ആകെ പേടിച്ചിട്ട് വേഗം സ്വിച്ച് ഓഫ് ഒക്കെ അവിടുന്ന് അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടു. പൊട്ടിത്തെറിക്കുമെന്നൊക്കെ വിചാരിച്ചു ഞാൻ. അതുകൊണ്ട് പിന്നെ പേടിച്ചിട്ട് പിന്നെ ചായ ഉണ്ടാക്കാനൊന്നും പോയില്ല. പിന്നെ കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എണീറ്റു. പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ചായ അടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി. ഇതാണ് കേസ് എൻ്റെ പേടിപ്പിച്ച ഗ്യാസ് കുറ്റിയും ഗ്യാസ് അടുപ്പും. അങ്ങനെ വിശപ്പിൻ്റെ വിളിക്കുത്തരവ് നൽകി നല്ല അടിപൊളി പൂരിയും ദോശയും ഇഡലിയും എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ട് നമ്മളതേ പോവുകയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം കേട്ടോ, ഇവർ പൂരിക്ക് എങ്ങനെ ഇത്ര വലുപ്പം ഇത്ര പൊള്ളച്ചൊക്കെ നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ചുമ്മാ ചോദിച്ചു എന്നുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു, അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. പക്ഷേ ഈ വീഡിയോ പിന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ എനിക്കറിയാമല്ലോ. പോളൂർ വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ. ഊട്ടി ടൗണിൽ നിന്ന് അങ്ങനെ അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അനിയൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവന് കൊണ്ടുപോകാതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തോട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇവിടെ അത്ര ഫേമസ് അല്ല, ആയി വരുന്നുള്ളൂ, അപ്പോൾ വലിയ തിരക്ക് കുറവാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണെന്ന് പറഞ്ഞു. വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്ക് ക്ലൈമറ്റ് ആണെങ്കിലും ഓക്കെ, നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലേസാണ് ഈ ഷോളൂർ വ്യൂ പോയിൻ്റ്. അപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഊട്ടി ടൗണിൽ നിന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ചെയ്താൽ മതി ഷോളൂർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അനുസരിച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം, അടിപൊളി സ്ഥലമാണ്. ഫൈനലി നമ്മളെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് റിട്ടേൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് വ്ളോഗ് ആക്കിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊന്നുമല്ല. നമ്മൾ റാൻഡമായിട്ട് അപ്പോഴെപ്പോഴും എടുത്ത ക്ലിപ്സൊക്കെ കൂടെ കൂടിയിട്ടൊരു വീഡിയോ ആക്കിയെന്ന് മാത്രം. അപ്പോൾ എത്രത്തോളം അത് രസമായിട്ടുണ്ടെന്നുള്ളതൊന്നും അറിയില്ല. നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ സോറി. പിന്നെ നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ തന്നെയുള്ളൂ. Let's party.